പാലക്കാട് SS അക്കാദമിയിൽ പരിശീലനം നേടി ഇന്ത്യൻ നാവികസേനയിലും വിവിധ കേന്ദ്ര സേനകളിലും നിയമനം നേടിയ 30ഓളം വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പ് നൽകി. പാലക്കാട് നഗരസഭാ ചെയർമാൻ പി സ്മിതേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒട്ടേറെ നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. പോലീസിംഗ് സംവിധാനമുണ്ട്, അവർ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി നടത്താറുണ്ട്. അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ട് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പ്രവർത്തനങ്ങൾ, വിമുക്തി പോലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്താറുണ്ട്. അതുപോലെ തന്നെ RTO വാഹനാപകടം സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റി അവരും എടുക്കാറുണ്ട്. പക്ഷെ ഇതെല്ലാം നടന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഈ മേഖല അപകടങ്ങൾക്കോ കുറ്റകൃത്യങ്ങൾക്കോ കുറവുണ്ടാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ അനുവദിക്കപ്പെട്ട പോലീസ് തസ്തിക എന്നുള്ളത് 50,000-നും 60,000-നും ഇടയ്ക്കാണ്. ഈ 3.5 കോടി വരുന്ന ജനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിക്കൊണ്ട് അവർക്കിടയിൽ നിയമം നടപ്പിലാക്കാൻ ഇതൊരു പര്യാപ്തമായിട്ടുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് അല്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസിംഗ് സംവിധാനത്തിലൂടെയോ മറ്റ് എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റികളിലൂടെയോ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം സമൂഹത്തിൽ കുറയ്ക്കുക എന്നുള്ളതും നടപ്പിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ്. കുറ്റവാളികൾക്ക് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, പക്ഷെ കുറ്റകൃത്യം കുറയ്ക്കാൻ ഈ സമയം ആവില്ല. അതുപോലെ തന്നെയാണ് ആരോഗ്യരംഗം. അതിനകത്ത് നമുക്ക് എൻഫോഴ്സ്മെന്റ് ആക്ടിൽ എടുക്കാൻ കഴിയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ടെങ്കിൽ പോലും അതിനൊരു പരിമിതിയുണ്ട്. അക്കാദമി ഫൗണ്ടർ പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറുമായ സാർജൻ എ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഓണററി ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് കെ ഇളങ്കോ, നായിബ് സുബൈദാർ കൃഷ്ണകുമാർ, നായിബ് സുബൈദാർ വേലുക്കുട്ടി, ജൂനിയർ വാറന്റ് ഓഫീസർ തച്ചാട്ട് ശശീന്ദ്രൻ, OISCA പാലക്കാട് ചാപ്റ്റർ ചെയർമാൻ KR ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി. അക്കാദമി പ്രിൻസിപ്പൽ സുഷമ K സുരേന്ദ്രൻ സ്വാഗതവും Dr. K സുരേഷ് നന്ദിയും പറഞ്ഞു. SS അക്കാദമിയിൽ നിന്നും പഠിച്ച ഇപ്പോൾ രാജ്യസേവനമനുഷ്ഠിക്കുന്ന മുൻ വിദ്യാർത്ഥികളും പങ്കെടുത്തു. നാവികസേനയിലേക്ക് 3 പേരും, CISF-ലേക്ക് 8 പേരും, CRPF-ലേക്ക് 6 പേരും, BSF-ൽ 9 പേരും, SSC കോൺസ്റ്റബിൾ GD-യിലേക്കും ആസാം റൈഫിൾസിലേക്കും 2 പേർ വീതവുമാണ് SS അക്കാദമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. UTV ന്യൂസ്, പാലക്കാട്.